അടുത്തെന്ന് പറയുന്നത് സാമ്പത്തികമായ പുരോഗതി പറയാവുന്ന നക്ഷത്രങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന 6 നക്ഷത്രക്കാരെയാണ്. ഈ 6 നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ പുരോഗതി പ്രതീക്ഷിക്കാം. അത് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് 7 നക്ഷത്രങ്ങളെയാണ്. തൊഴിലിൽ പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ നേട്ടം ഒക്കെ നമുക്ക് പറയാവുന്ന, തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കുക. ഹരി ഓം. എല്ലാവർക്കും തന്നെ സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ജൂൺ മാസഫലമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് കാത്തു നിൽക്കുക. നമ്മൾ പെൻഡുലം വെച്ചിട്ടാണ് നോക്കുന്ന ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു അനുഗ്രഹം ഉള്ളൊരു മാസമായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മുടെ വ്യാഴം രാശി മാറുന്നൊരു ടൈമാണ്. ഒത്തിരി ആളുകൾക്ക് ഒത്തിരി പ്രതീക്ഷകളെ പ്രദാനം ചെയ്യുന്നൊരു മാസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. കുറേ ആളുകൾ പുതിയ പ്രതീക്ഷയോടെയും ഒരു പുതിയ തുടക്കമൊക്കെ കുറിക്കാൻ വേണ്ടി കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് ഈ ടൈം പീരീഡിൽ. നമ്മൾ നോക്കിയിരുന്ന എന്ന് പറയുന്നത് പെൻഡുലം ഹൗസിംഗ് വെച്ചിട്ടാണ് ഈ ഒരു മാസഫലം എടുത്തിരിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നമ്മുടെ ഗോചരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് വരും ഡൗസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനനുസരിച്ചാണ് പെൻഡുലം ഹൗസിങ്ങിൻ്റെ നമ്മുടെ ഒരു റിസൾട്ട് എടുക്കുക എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മന്ത്ലി പ്രഡിക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതിൽ 27 നക്ഷത്രക്കാരുടെയും ആയിട്ട് കണക്കെടുക്കുന്നില്ല. നമ്മളിതിൽ ഓരോ നക്ഷത്രങ്ങൾക്ക് നമ്മൾ ഓരോ കാറ്റഗറി എടുത്തിട്ടുണ്ട്. അതായത് തൊഴിൽ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ തൊഴിൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ, സാമ്പത്തികമായ നേട്ടമുണ്ടാവാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ, കുടുംബസുഖം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ, വിദ്യാ പുരോഗതി, വിദ്യയിൽ ശ്രദ്ധിക്കേണ്ടവർ, അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവർ. ഇത്രയും കാറ്റഗറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഡൗസ് ചെയ്തപ്പോൾ ഇതിൽ ഓരോ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുള്ളവർക്കും ഓരോ നക്ഷത്രം ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അവർക്ക് കറക്റ്റായിട്ട് ഉചിതമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർ നിങ്ങൾ പേടിക്കാനോ ദുഃഖിക്കാനോ നിൽക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമ്മളിതിൽ എടുത്തേക്കുന്ന ഏറ്റവും ടോപ്പ് 5, ടോപ്പ് 7 ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കും. നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് നമ്മുടെ ഈ ഒരു പ്രഡിക്ഷൻ വീട്ടിലേക്ക് കിടക്കാം. നമുക്ക് അതിന് മുമ്പ് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ആത്മവിശ്വാസവും നല്ലൊരു ധൈര്യവും ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം എന്തൊരു കാര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് കൃത്യമായ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കണം, ഈശ്വരവിശ്വാസത്തോടെ തന്നെയായിരിക്കണം. അപ്പോൾ നമുക്ക് നേരിടുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഫലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തൊഴിൽ ഭാഗ്യം പറയാവുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് 7 നക്ഷത്രങ്ങളെയാണ്. തൊഴിലിൽ പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ നേട്ടം ഒക്കെ നമുക്ക് പറയാവുന്ന, തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കുക. അതേപോലെ തന്നെ കുറച്ച് നാളായിട്ട് തൊഴിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊന്ന് സൊല്യൂഷൻ കിട്ടുക, ഒരു സോൾവ് ആവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നക്ഷത്രക്കാരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. അതേപോലെ രണ്ടാമത്തെ അനിരം, 3 തൃക്കേട്ട, 4 അത്തം, 5 വിശാഖം, 6 തിരുവോണം, 7 പൂയം നക്ഷത്രം. ഈ 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയും. നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് കുറച്ചുകൂടി ഒരു നിമ്മതി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സമാധാനമൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമായിട്ട് നമുക്ക് ഈ ഒരു ടൈം പീരീഡിനെ പറയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് തൊഴിൽ നല്ല രീതിയിൽ ശ്രദ്ധ കഴിഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാരാണ് തൊഴിൽ ടേക്ക് കെയർ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ബാങ്കിങ് ഫീൽഡ്, അതുപോലെ തന്നെ എന്തെങ്കിലും രേഖകൾ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസുമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഈ നക്ഷത്രക്കാരെ പെട്ടതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തൊഴിൽ സംബന്ധം നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കുന്ന ഒരു ജോബിലാണ് നിങ്ങൾ നിൽക്കുന്നത്, എന്തെങ്കിലും വാഗ്ദാനം നൽകേണ്ട ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് ഭയങ്കര മൂല്യമുള്ളൊരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഒരു കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആയില്യം നക്ഷത്രം, പൂരാട നക്ഷത്രം, രോഹിണി നക്ഷത്രം, മകേരം നക്ഷത്രം, മകം നക്ഷത്രം, ഈ 5 നക്ഷത്രക്കാരാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഈ 5 നക്ഷത്രക്കാർ പ്രത്യേകം കൺസൾട്ടന്റ് ലെവലിൽ ബാങ്കിങ് ഫീൽഡ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് കൈകാര്യം ചെയ്യുന്നവർ, എന്തിനും സീക്രട്ട് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർ സംബന്ധിച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ സ്ഥലത്തും കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒന്ന് കേട്ടു പോവുക. നമ്മളത് തെറ്റാണെങ്കിൽ പോലും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് വിട്ട് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യേണ്ട എന്താണ് ആ രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കും ഉത്തമം. അവിടെ നമ്മൾ ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞ് അവിടെ ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്
നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയാനാണ്, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് അഭിപ്രായം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ അഭിപ്രായം നമ്മുടെ ലൈഫിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർ ആ ഇഷ്യൂ നിന്ന് മാറിപ്പോവും, നമ്മൾ അതിൽ കയറി പെടും. സോ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറയുന്ന ഈ ഒരു ജൂൺ മാസം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് സാമ്പത്തികമായ പുരോഗതി പറയാവുന്ന നക്ഷത്രങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന 6 നക്ഷത്രക്കാരെയാണ്. തൃക്കേട്ട നക്ഷത്രം, മൂലം നക്ഷത്രം, പുണർദം നക്ഷത്രം, തിരുവോണം നക്ഷത്രം, പൊരുട്ടാതി നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം. ഈ 6 നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ പുരോഗതി പ്രതീക്ഷിക്കാം. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബിസിനസ്സിൽ കുറച്ച് പുരോഗതി, ചെറിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടുക, നമുക്ക് ടേൺ ഓവറിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കൂടെ കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു മാസം പറയാം. നമ്മുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി എക്സ്പാൻഷൻ ലെവലിലേക്ക് എത്തിക്കാനും നമ്മുടെ ലൈഫിൽ സാമ്പത്തികമായ കാര്യം കുറച്ചുകൂടി സ്റ്റേബിൾ ആവുക, കടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് കടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുക, അതുപോലെ ചോദിക്കുന്നിടത്ത് സഹായങ്ങൾ ലഭിക്കുക, ഇപ്പം ലോണൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് അങ്ങനെ ലോൺ കിട്ടുക, അതിനൊക്കെ നമുക്ക് യോഗം പറയാവുന്ന സമയമാണ് ഈ ഒരു 6 നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസം എന്ന് പറയാം കേട്ടോ. അടുത്ത പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത് കുടുംബ വിഷയമാണ്, അല്ലെങ്കിൽ കുടുംബ സുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം, കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള ഐക്യം, അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളായി നിന്നൊരു പിണങ്ങി പോയവരൊക്കെ തിരിച്ചു വരിക നമ്മുടെ ലൈഫിലേക്ക്. ആ ഒരു ലൈഫ് നമ്മൾ എടുക്കുന്ന 5 നക്ഷത്രക്കാരെയാണ് പ്രധാനമായിട്ട് അനുകൂലമായിട്ട് കിട്ടിയതെന്ന് പറയുന്നത്. അനിരം, രേവതി, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ 5 നക്ഷത്രങ്ങൾക്കാണ് കുടുംബസുഖം, കുടുംബ ഐക്യം, കുടുംബത്തിലൊരു സമാധാനം, സന്തോഷമൊക്കെ നമുക്ക് പറയാവുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ആയി കിട്ടുന്ന ടൈമായിട്ട് പറയാം. കുറച്ചുകൂടി ഒരു ഐക്യമായിട്ട് രമ്യതയായിട്ട് നിങ്ങളുടെ കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാൻ സാധിക്കും കേട്ടോ. ആ ടൈം പീരീഡ് നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടുന്ന ടൈം പീരീഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചോദിച്ചാൽ അനുകൂലമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതി, പുണർദം, മകേരം, തിരുവാതിര, തൃക്കേട്ട എന്നീ 5 നക്ഷത്രങ്ങൾക്കാണ് വിദ്യാഗുണം, വിദ്യാ പുരോഗതി, വിദ്യാവിജയം ഒക്കെ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചൊരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ടൈമായിട്ട് പറയാം. നിങ്ങൾക്ക് അതിനുള്ള വേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിലുള്ള പ്രവൃത്തി പരിചയമുള്ള ആളുകളിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കുക, കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ. ഒന്നുകിൽ നിങ്ങളുടെ എൽഡേഴ്സിനാവാം, ചിലപ്പോൾ നിങ്ങളുടെ യങ്ങേഴ്സിനായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മെൻറ്റേഴ്സിനാവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാവാം. അങ്ങനെ ഏത് സ്ഥലത്തിനും നമുക്കൊരു നല്ലൊരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് നമുക്ക് കിട്ടാനുള്ള യോഗം നമുക്ക് പറയാവുന്ന ടൈം പീരീഡാണ്. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാൻ സാധിക്കുക, ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി പഠിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളിൽ പഠിക്കാൻ സാധിക്കുക, നമ്മൾ ആഗ്രഹിച്ച വിഷയം എടുക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെ യോഗം നമുക്ക് പറയാം നിങ്ങളെ സംബന്ധിച്ചോ കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത്തം, മൂലം, ഉത്രാടം എന്നീ 3 നക്ഷത്രക്കാരാണ്. പ്രത്യേകം വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും ശ്രദ്ധ കൂടുതലായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഡീവേറ്റ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് എവിടെ ഡീവേറ്റ് ആയി പോയാലും തിരിച്ച് കൃത്യ സ്ഥലത്ത് കൊണ്ടുവന്നിടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ ടൈം പീരീഡ് നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു അഡീഷനിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഒരു പേഴ്സണലി ഒരു ബ്രദർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിലോ ഒക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കുന്ന ഈ ഒരു 3 നക്ഷത്രക്കാർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊന്ന് നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടുതലും ശ്രദ്ധ നിങ്ങളുടെ പഠനത്തിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും പൂർണ്ണമായിട്ട് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ടാസ്കുകളുടെ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കാം, പല കാര്യത്തിലും ശ്രദ്ധ, പക്ഷെ നമുക്ക് എല്ലാ ടൈമും ഒരുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടൈം നമ്മളിപ്പം ഡൗസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം പീരീഡ് അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. സോ ആ ടൈം പീരീഡ് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലത് തന്നെയാണ് കേട്ടോ. മറ്റുള്ള 19 നക്ഷത്രക്കാർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു സമ്മിശ്ര ഫലമാണുണ്ട്. സോ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാവിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. കുറച്ച് ലേസിനെസ് ഒക്കെ തോന്നുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോകുന്നതൊക്കെ നല്ലതൊരു മെഡിറ്റേഷൻ ചെയ്യുക, പെയർ ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ലക്ഷ്മി ദേവീനെ, അതുപോലെ തന്നെ സരസ്വതി ദേവീനെ, അതേപോലെ തന്നെ നമ്മളെ ദക്ഷിണാമൂർത്തിനെയൊക്കെ ആരാധിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് അനുകൂലമായ റിസൾട്ട്, നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഇവരെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവം ആരാണ്. ചിലർക്ക് കൃഷ്ണനായിരിക്കും, കൃഷ്ണനെ ഭജിച്ചോളൂ. ചിലർക്ക് മഹാദേവനായിരിക്കും, മഹാദേവനെ ഭജിച്ചോളൂ. ചിലർക്ക് കാരിയമ്മേനെ ആയിരിക്കും, അമ്മേനെ ഭജിച്ചോളൂ. ചിലർക്ക് ഹനുമാൻ സ്വാമി ആയിരിക്കും, സ്വാമിയെ ഭജിച്ചോളൂ. നമുക്ക് ഏതാണോ ഇഷ്ടം, നമുക്ക് ഏതാണോ പ്രിയം, അവരെ നിങ്ങൾ ഭജിച്ചോളൂ. നമുക്ക് മനസ്സെറിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ആരാണോ അവരെ വിളിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബദേവതയാണോ, നമുക്ക് ഏറ്റവും അടുത്ത, നമുക്ക് ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ളവരോട് സംസാരിക്കാനല്ലേ വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ച് ഒന്നുകിൽ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറിനോട് അല്ലെങ്കിൽ സാറിനോട് പറയാനായിരിക്കും.
ചിലപ്പോൾ പേരൻസിനോടായിരിക്കും, ചിലപ്പോൾ അവരുടെ എൽഡേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയായിട്ടുള്ള ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ സംസാരിക്കാനായിരിക്കും. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായി എന്ന് വരില്ല അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് പേഴ്സണലി ഓരോ ദേവതകളെ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. നമ്മൾ ചെറുപ്പം തൊട്ട് ആരാധിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ എന്ന് തോന്നുന്ന, നമ്മളുടെ ആണ് എന്ന് തോന്നുന്ന കുറച്ച് ദേവതകളുണ്ട് നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഒന്ന് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിഷ്കളങ്ക മനസ്സോടെ ഭജിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യം ഭയങ്കരമായിട്ട് പോസിബിലിറ്റി കൂടെയാണ്. നമ്മൾ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അവരുടെ പാഠത്തിൻ്റെ കുറച്ചുകൂടി ബെനിഫിറ്റ് ആവാനുള്ള കാരണം അതിന് അവർ മറ്റുള്ളവരെ നാശം കാണണം, അല്ല മറ്റുള്ളവരുടെ മോശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ രീതി അവർക്കില്ല. അവരവരുടെ കാര്യത്തിന്. പക്ഷെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ സമയം വരുമ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുന്നത് നിർത്തിയിട്ട് എല്ലാ സമയത്തും വിളിക്കുക. നമ്മുടെ നന്മയുള്ള സമയത്തും നമ്മുടെ മോശമുള്ള സമയത്തും നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ല നമുക്കൊരു കാര്യത്തിന് വേണ്ടി മാത്രം വിളിക്കുമ്പോഴാണ് ചില സമയത്ത് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നൊന്നും നടക്കാതെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പം വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, മനസ്സറിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ദേവനെ ആരാണോ, നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസം ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അതിനൊരു യാതൊരു തെറ്റുമില്ല. ഓക്കെ, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഫോളോ വന്നേക്കുന്ന ഒരു കരച്ചിലുണ്ടാവും. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അല്ലാതെ മാറണമെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ പരിഹാരമായിട്ട് പറയുന്നതല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുക, നമ്മുടെ മൈൻഡ് ഒന്ന് ഹാപ്പി ആക്കുക, അതിന് വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു സഹോദരൻ എന്ന ഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒരാളിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്വൈസ് എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികളോട് പറഞ്ഞതാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടവരെ സംബന്ധിച്ചാണ്. അതൊരു ആരോഗ്യം വലിയ പ്രശ്നമില്ലാത്തവരെയും മറ്റുള്ള കാര്യം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യ പ്രശ്നമുള്ളവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങളെ സംബന്ധിച്ചോളം 7 നക്ഷത്രങ്ങളാണ് വന്നിരുന്നു പറഞ്ഞത്. പുണർദം, പൂയം, മകം, ആയില്യം, തിരുവാതിര, മകേരം, വിശാഖം നക്ഷത്രം. ഇനി 7 നക്ഷത്രക്കാരാണ് ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ ടേക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വ്യായാമ കാര്യങ്ങൾ കൃത്യമാക്കാൻ നോക്കുക, നമ്മൾ ഉറക്കം ഒന്ന് ശരിയാക്കുന്ന നല്ലതാണ്. പലർക്കും ഈ സംഭവിച്ച പ്രത്യേകിച്ചും മകം, തിരുവാതിര, വിശാഖം, ആയില്യം നക്ഷത്രക്കാരുടെയൊക്കെ ഉറക്കത്തിന് ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റ് പ്രോപ്പറിലാക്കുന്ന ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുക, രാവിലെ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഏൽക്കുക. ആ ഒരു ടൈമൊക്കെ നമുക്കൊരു നല്ലതായിരിക്കും. പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പറ്റുന്നവർക്ക് 3 മണിക്കൊക്കെ ആക്കാൻ നേരത്തെ കിടന്നിട്ട് അനുസരിച്ച് ഏക്കാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ശരീരം നന്നായി ഹെൽപ്പം. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാവാതിരിക്കുന്നെങ്കിൽ ഒരു 5 മണിക്ക് മുമ്പായിട്ട് ഏൽക്കണം. 5 മണി കഴിഞ്ഞ് നമുക്ക് കിടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും നല്ല ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ആരോഗ്യ സംബന്ധം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആയില്യം, പുണർദം, മകേരം നക്ഷത്രക്കാർ വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വാഹന കാര്യങ്ങൾ ഓടിക്കുക മാത്രമല്ല, നമ്മൾ റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിലും ഈ ഒരു 7 നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ച് നടന്നോളൂ. എപ്പോഴും തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കില്ല, മറ്റുള്ള ഭാഗത്തായിരിക്കും. സോ നമ്മൾ ടേക്ക് കെയർ ചെയ്യാനുള്ള നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. യാതൊരു തരത്തിലും പേടിപ്പിക്കുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊക്കെ ഏകദേശം കുറച്ചൊക്കെ ശരിയായിട്ട് തോന്നും. കാരണം ഒന്നിൻ്റെ മുകളിൽ അടുത്ത വാക്ക് ക്ലബ്ബായി പോകാറുണ്ട് ചില സമയത്ത്. സ്പീഡ് കൂടുതലും, എൻ്റെ സംസാരം കുറച്ച് സ്പീഡാണ്. അപ്പം ആ ഒരു സ്പീഡോടെ ചിലപ്പോൾ ചില വാക്കുകളുടെ മുകളിൽ ഒരു വാക്ക് കയറും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം രീതി ഞാൻ പിടിച്ചു ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റിസൾട്ട് അതങ്ങ് പറയാം. അതാണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇപ്പം ഒരു മയപ്പെടുത്തിയൊക്കെ സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് പറഞ്ഞവരെ സംബന്ധിച്ചോളം നിങ്ങൾ പേടിക്കാണ്ട് ദുഃഖിക്കാണ്ട് ഒന്നും നിൽക്കണ്ട. കൃത്യമായിട്ട് ടേക്ക് കെയർ ചെയ്യുക, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. സൽക്കർമ്മങ്ങൾ സൽപ്രവർത്തനം ചെയ്തോളും, നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ ഫലം എന്ത് തന്നെയായാലും നമുക്ക് കൃത്യമായ ഒരു ഈശ്വര വിശ്വാസവും കൃത്യമായ ഈശ്വര ആരാധനയും നമ്മുടെ പ്രവൃത്തിയും ശരിയാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കർമ്മവും കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ വരും. അതിനുള്ള പ്രപഞ്ചം നമുക്ക് വേണ്ടി ആ ഒരു എനർജി കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. എന്നാൽ സ്വന്തം കണ്ണിലെ കറെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നില്ലേ നല്ലത്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നം ഏറ്റുവാങ്ങാൻ ഇഷ്ടമില്ല എങ്കിൽ, മറ്റുള്ളവരുടെ ഇഷ്യൂ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ചുള്ള കുറ്റം പറയാതിരിക്കുക, അവരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ നമ്മൾ പറയാതിരിക്കുക, അവരെക്കുറിച്ച് നമ്മൾ ആവശ്യമില്ലാതെ ഈ പ്രാക്ക് ആവശ്യമില്ലാത്തുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക. പ്രാർത്ഥന എന്നുവെച്ചാൽ അവർക്കൊരു ദോഷം വരണം സംഭവിക്കണം, അവിടുത്തെ പാർച്ച വിളിച്ചെഴുന്നേർച്ച
അങ്ങനെയുള്ള കാര്യങ്ങൾ, കർമ്മങ്ങൾ, ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് അവരുടെ ദോഷങ്ങൾ വന്ന് അവരെ കുറച്ചൊന്ന് ഫ്രീ ആക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞോളൂ, അവരെ വേണ്ടി കുറച്ചൊക്കെ പറയായിക്കോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇഷ്യൂ നിങ്ങളിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ഇച്ചിരി ഒച്ചടി സംസാരിക്കുന്നുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞാൽ അവരുടെ കാര്യമായിരിക്കില്ല സംസാരിക്കുന്നത്. അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർത്ത് അവർക്ക് ഇന്നത് വന്നു, അപ്പം എനിക്കത് കിട്ടിയില്ല, അപ്പം അവർക്ക് അത് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ അവന് ഭയങ്കര ജാടയാണ്, പൈസയുടെ അഹങ്കാരമാണ്, അതിന് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ എന്ന് വെച്ചാൽ ഇവർ ശരിക്കും നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിച്ചോളൂ. മറ്റുള്ളവർക്ക് വേണ്ടി മോശം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് നിങ്ങളിലേക്കാണ് ആ ഒരു കണക്ഷൻ ബിൽഡ് ആവുന്നത്. നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ കണ്ടിട്ടായിട്ട്, ഒരു കോഡ് കണ്ടിട്ടായിട്ട്, ആ കോഡ് മുഖേന നിങ്ങളിലേക്കാണ് ആ നെഗറ്റീവ് എനർജി വരാൻ പോകുന്നത്. അവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പറയുന്നവർ അവരുടെ ലൈഫ് മുന്നോട്ട് പോകും, നിങ്ങളവിടെ പുറകെ കിടക്കും. സോ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവേ നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മളെ ചാരവശാലുള്ള ഫലം അനുസരിച്ചല്ല, നമ്മുടെ ഗ്രഹങ്ങളെ രാശി മാറുന്നതനുസരിച്ചോ അങ്ങനെയുള്ള പ്രിഡിക്ഷൻ അല്ല നമ്മുടെ പെന്നുഡ് ഹൗസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പെന്നുഡ് ഹൗസിംഗ് ആസ്ട്രോളജി എന്ന് പറയുന്നത് എന്താണ്, എനർജി ബേസ്ഡ്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഡൗസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടുമാണ്. സോ ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് ബിലീവ് ചെയ്യുക. നല്ല റിസൾട്ട് വരുന്നവരെ ബി റെഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ ആ റിസൾട്ട് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം എന്താണ്, ഗോൾ എന്താണ്, കൃത്യമായിട്ട് നിങ്ങൾ അത് നേടിയതായിട്ട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് മുന്നോട്ട് തന്നെ പോവുക. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്താണോ അതിനോട് നന്ദി ഉള്ള ആളായിട്ടിരിക്കുക. നമുക്ക് ഒരു ഗ്രേറ്റ്ഫുൾനെസ് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുള്ളൂ കേട്ടോ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ.